ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ കുറെ ദിവസമായിട്ട് ആലോചിക്കാണ്ടെന്ന് ചേച്ചിയുടെ വീട്ടിൽ വന്ന് സ്പെൻഡ് ചെയ്യണമെന്ന്. അങ്ങനെ ഇന്ന് ഞാനും ഇസക്കുട്ടിയും ഹാരൂസും കൂടി നമ്മളുടെ മൂലമ്പള്ളിയിലുള്ള ഒന്നാമത്തെ ചേച്ചിയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അവൾ എന്നെ അകത്തേക്ക് കയറ്റണേ ഉണ്ടായില്ല. ഊഞ്ഞാലയിൽ ഇരിപ്പ് തന്നെയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും കേക്ക് തിന്നാൻ കിട്ടി. കേക്കിന്റെ മെയിൻ ആളാണ് ഞാൻ. ഹാരപ്പൻ ഇതൊന്നും വലിയ മൈൻഡൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ കേക്കൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അടുക്കളയിൽ ചെന്നപ്പോ ഇതാ മീലു നമ്മൾക്ക് വേണ്ടി ചോക്ലേറ്റ് ഐസ്ക്രീം സെർവ് ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ എന്ന് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആലോചിക്കുന്നോ അന്ന് എനിക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ തിന്നാൻ കിട്ടും. എങ്കിൽ പിന്നെ നാളെ ആവട്ടെ മറ്റൊന്ന് ആവട്ടെ എന്ന് അങ്ങനെ നീണ്ടു പോവുകയും ചെയ്യും. എന്നെ പോലെ ഇങ്ങനെ ഡയറ്റ് നീണ്ടു പോണ ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകം പറയാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഹാരപ്പൻ പതിവില്ലാതെ ഇവിടെ വന്നിട്ട് നല്ല ഡീസന്റ് ആയിരുന്നു കേട്ടോ. അവിടെ ഇരുന്ന് പിക്ചർ വരയ്ക്കല് അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇസക്കുട്ടി ആണെങ്കിൽ മിലുവിനെ കൊണ്ട് ലാപ്ടോപ്പിൽ പാട്ടൊക്കെ വെച്ചിട്ട് അവിടെ കിടന്ന് ഡാൻസ് ആയിരുന്നു. എവിടെ പോയാലും അവർക്ക് ഡാൻസ് എടുക്കലും വീഡിയോ എടുക്കലും ഒരു വീക്ക്നെസ് തന്നെയാണ് കേട്ടോ. അങ്ങനെ ജീൻചിറ്റ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്ക് നടക്കുകയാണ്. അപ്പോൾ സ്പെഷ്യൽ എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ട് നമ്മൾക്ക് വേണ്ടി. എനിക്കാണെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യാൻ പണിയൊന്നും കിട്ടണില്ല താനും. അങ്ങനെ ഒരു കാലിപാത്രം പിടിച്ച് ഇളക്കുന്ന ഒരു സീനാണ് ഈ കാണുന്നത്. അങ്ങനെ ഉച്ചക്കത്തേക്ക് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ചാപ്സ് ഉണ്ടായിരുന്നു, പിന്നെ ചില്ലി പോർക്ക് ഉണ്ടായിരുന്നു, ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, ചിക്കൻ കറി ഉണ്ടായിരുന്നു, സാലഡ് ഉണ്ടായിരുന്നു. അങ്ങനെ വിഭവസമൃദ്ധമായ ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം കൂടി കഴിച്ച് ഉച്ചയ്ക്ക് ഞങ്ങൾ എല്ലാവരും മത്ത് പിടിച്ച് കിടന്ന് ഉറങ്ങി മക്കളെ. അത് കഴിഞ്ഞ് വൈകുന്നേരം നല്ല ചൂട് പാൽച്ചായൊക്കെ സെറ്റാക്കി അതിന്റെ കൂടെ നല്ല ചൂടൻ പഴംപൊരിയും പിന്നെ പപ്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നോർത്ത് ഒരു പഴംപൊരിയും ഒരു പപ്സും കൂടി അങ്ങോട്ട് കഴിച്ചു. വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതി മാത്രം കേട്ടോ, അല്ലാണ്ട് ആർത്തി മൂത്തിട്ടൊന്നുമല്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇതേ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. ഇവനാണ് ബബിലു, ചിറ്റയുടെ മോനാണ്. അവനപ്പോ അടുത്ത ആഴ്ച UK പോവാണ്. അപ്പൊ അതിനു മുമ്പ് അവനായിട്ടൊന്ന് സ്പെൻഡ് ചെയ്യാൻ കരുതി. ഹാരപ്പനാണെങ്കിൽ ഒരു മൂഡില്ല കേട്ടോ. സോഫയെ കിടന്ന് കാണിക്കുന്ന കണ്ടില്ലേ, എവിടെയെങ്കിലൊക്കെ പോകണമെന്നും പറഞ്ഞ വാശിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിഴലാപാലത്തിൽ പോയി. അവിടെ അധികം വണ്ടി വരാത്തതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടൊക്കെ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് മിലു ഞങ്ങളെ കൊച്ചു കടമക്കുടി എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടെന്നും പറഞ്ഞ് ഈ പാലം ഇറങ്ങി താഴേക്ക് കൊണ്ടുപോയിട്ടോ. സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. കടമക്കുടി വ്ലോഗ് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്തിട്ടുള്ളതാണ്. കടമക്കുടി പോലെ തന്നെ അതിന്റെ ഒരു ചെറിയ ഒരു ഭാഗം പോലെ തോന്നും. ഇവിടെ വണ്ടിയൊന്നും പോവാത്തോണ്ട് തന്നെ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വന്ന് സ്പെൻഡ് ചെയ്യാനും ഇവിടെ ഈ വെള്ളത്തിന്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കാനും അടിപൊളി ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ. ഈ സമയം അവിടെ കിടന്ന് ഡാൻസ് തകർക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് രാത്രിയൊക്കെ ആയിട്ടോ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ പിന്നെ പള്ളിയിലേക്ക് പോയി. മൂലമ്പള്ളി പള്ളി സെന്റ് അഗസ്റ്റിൻസ് ചർച്ചിലേക്ക് പോയി. ഇവിടുത്തെ വ്യൂ ഒന്നും പറയാനില്ല. നേരെ ഫ്രണ്ടിൽ തന്നെ പുഴയാണ്. പള്ളിയും നല്ല പ്രാർത്ഥിക്കാനും കുട്ടികൾക്ക് അവിടെ കളിക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു അറ്റ്മോസ്ഫിയർ കൂടിയാണ്. വെറുതെ അങ്ങനെ